ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദാമ്പത്തിക തകർച്ചയുടെ ചില കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛൻ പറഞ്ഞ പോയിന്റുകളൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ചില നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി, അല്ലെ ചില സുഹൃത്ത് ബന്ധങ്ങൾ, അതുപോലെ തന്നെ ചില ചെറിയ ചെറിയ കാര്യങ്ങളുള്ള അശ്രദ്ധകളൊക്കെയാണ് നമ്മളെ പലപ്പോഴും ദാമ്പത്തിക തകർച്ചയിലേക്കൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ബാക്കി കുറേ കാര്യങ്ങൾ കൂടി കേൾക്കാനുണ്ട്. കുറേ വിശേഷങ്ങൾ പറയാനുള്ളൊരു എപ്പിസോഡാണല്ലോ ഇത്. അപ്പോൾ അടുത്ത ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതായത് ഞാനിപ്പം എൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കെട്ടിയവന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം, എനിക്കെന്ത് തിരിച്ചു കിട്ടും ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട്? ഒരു പ്രതിഫല മോഹമാണ് പലപ്പോഴും. അല്ല, ഒരു നിസ്വാർത്ഥമായി ചെയ്യുന്ന പഴയ കാരണന്മാരൊക്കെ എങ്ങനെ ആയിരുന്നല്ലോ, അവരൊന്നും ഒരിക്കലും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വല്ലതും കിട്ടുമോ, കെട്ടിയവന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എനിക്ക് തിരിച്ചു വല്ലതും കിട്ടുമോ, അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ടെന്ത് പ്രയോജനം? കുടുംബത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഈ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ തലപൊക്കുന്നുണ്ടോ ഇപ്പം ശരിക്കും? ഈ മനുഷ്യർക്കിടയിൽ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് വാങ്ങിച്ചു വെക്കുന്നവരും, രണ്ട് കൊടുത്തു തീർക്കുന്നവരും. തീർന്നു എന്ന് പറയാം, തീർന്നു. ഒന്നെന്താ, വാങ്ങിച്ച് എല്ലാം തീർത്തു. മറ്റേതോ കൊടുത്തു തീർത്തു. അത് കുരിശിലെ ശബ്ദം, എല്ലാം പൂർത്തിയായിരിക്കും, ഇനിയൊന്നും ബാക്കിയില്ല, കൊടുത്തു തീർത്തു. കുടുംബത്തിൽ എനിക്ക് എന്തെല്ലാം കിട്ടും, ആ ചിന്ത. എനിക്ക് എന്നാ കൊടുക്കാൻ പറ്റും എന്നുള്ളതല്ല, എനിക്ക് എന്നാ കിട്ടും, ആ ചിന്തയുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, പത്രോസും യൂദാസും. യൂദാസ് ഓർത്തു അവനെ വിറ്റാൽ എനിക്ക് എന്നാ കിട്ടും. പത്രോസ് ഓർത്തു എന്നെ തന്നെ കൊടുത്താൽ എനിക്ക് എന്നാ കിട്ടും. ക്രിസ്തു പറഞ്ഞു, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യഭാഗ്യം, ഈ ലോകത്തിൽ 4 ഇരട്ടി എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്കുമുണ്ട് കുടുംബത്തിൽ. ഞാൻ എൻ്റെ സൗന്ദര്യവും ശരീരവും മൊത്തം കൊടുത്തു തീർത്താൽ വയറെ പാട് വീഴും, മുഖത്ത് ചുളിവ് വീഴും, പെട്ടെന്ന് അമ്മൂമ്മ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ബോഡി ബിൽഡിങ് നടത്തി ഈ ശരീരം മാത്രം നോക്കിയിരിക്കും. അപ്പം കുഞ്ഞിനെ മുലപ്പാൽ കുടിപ്പിച്ചാൽ ദേഹത്തിന് ഷേപ്പ് പോകാം. അതുകൊണ്ട് വേറെ രീതിയിൽ. അപ്പം അങ്ങനെ എനിക്കെന്നാ കിട്ടും, എനിക്കൊരു കുഴപ്പവും വരില്ല, ആ രീതി ജീവിക്കുന്നവരുണ്ട്. അപ്പം അവർ പ്രതിഫലം ദാഹിക്കുന്നവരാണ്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ ജീവിതമൊക്കെ ഇത് പോയാലും എനിക്ക് എൻ്റേതായ കുറേ കാര്യം എനിക്ക് കിട്ടാനുണ്ട്. വേറൊരു കൂട്ടരുണ്ട്, പ്രതിഫല ദാഹമില്ല, കൊടുത്തു തീർക്കും. മുടി നരച്ചാലും, പല്ല് പറഞ്ഞാലും, മോണയൊട്ടിയാലും, വയറ് ചാടിയാലും, ഫിഗർ പോയാലും, തൊലിപ്പത്ത് ചുളിവ് വീണാലും പ്രശ്നമില്ല, കൊടുത്തു തീർക്കുക. അനോർക്കും അങ്ങനെ കൊടുത്തു തീർക്കണമെങ്കിൽ ഒരു അപാരമായ കൃപ അല്ലേ, ദൈവസ്നേഹം ഉള്ളിലില്ലാതെ പറ്റില്ല. നമ്മൾ പറയുന്ന പോലെ ഇപ്പൊ സ്ത്രീകളായ ഞങ്ങളൊക്കെ കുറച്ച് സൗന്ദര്യമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒത്തിരി മക്കൾ വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഓരോരോ പ്രസവം കഴിയുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. അതേ പറഞ്ഞു, മൊത്തം ഫിഗറും പോയി, അതിലൊരു ദുഃഖമൊക്കെ ഫീൽ ചെയ്യൂലോ എന്തായാലും സ്ത്രീകൾക്ക്. ആ ദുഃഖം പണ്ടില്ലായിരുന്നു. നല്ല തലമുറ ഉണ്ടായി. ഇനി ദുഃഖം വന്നപ്പോഴോ തലമുറ ഡെപ്ത് എന്താ, എല്ലാം പോയി. അതാണ് പ്രശ്നം പറയാൻ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ, ആ ഒരു കൃപ കുറച്ച് കാര്യമായിട്ട് കിട്ടേണ്ടിയിരിക്കുന്നു അല്ലേ, എല്ലാം കൊടുക്കാനും ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ ചിന്തിക്കാതിരിക്കാനും ഒക്കെ. ചിലങ്ങനെ ഉണ്ടല്ലോ, എല്ലാം ചെയ്താലും പറയും, ഓ ഞാൻ ഒരു അടിമയെ പോലെ പണിതുകൊണ്ടിരിക്കുക, എനിക്ക് എന്നാ ഗുണം? കെട്ടിയവൻ ഞാനൊരു അടിമയെ പോലെ, കാളയെ പോലെ പണിതുകൊണ്ടിരിക്കുക, എന്നെ മനസ്സിലാക്കുന്നില്ലേ? ആര് പറഞ്ഞത്? ഭർത്താവിനെ വിളിച്ചോ അടിമയെന്ന്? ഇല്ല. ഭർത്താവ് ഭാര്യയെ വിളിച്ചു നീ അടിമ? ഒന്നുമില്ല, സ്വയം തോന്നുന്നതാണ്. അതാണ് ധൂർത്തപുത്രൻ വന്നപ്പോൾ മൂത്തപുത്രൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ഒരു അടിമയെ പോലെ പണിതിട്ടും നിന്റെ കോഴിക്കുഞ്ഞിനെ പോലും കൊന്നു തന്നില്ലല്ലോ. അപ്പം പറഞ്ഞല്ലോ, സ്വയം ചിന്ത. നമ്മുടെ ചിന്തയാണ് നമ്മളെ വേട്ടയാടുക. ചിന്ത നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും. അപ്പം അങ്ങനെ വരുമ്പം എന്തിനും എനിക്ക് എന്തെങ്കിലും നേട്ടം കൂടെ വേണം. ഞാൻ നഷ്ടപ്പെട്ടിട്ട് പറ്റിയാൽ എനിക്ക് എന്തെങ്കിലും കിട്ടണം. അത് ഭർത്താവ് മനസ്സിൽ വെച്ചാലും ഭാര്യ മനസ്സിൽ വെച്ചാലും, അത് ദേഹത്തിൻ്റെ കാര്യമാകാം, സമ്പത്തിൻ്റെ കാര്യമാകാം, വൈകാരികതരമാകാം, എന്തുമാണ്. ഈ ആറ്റിറ്റ്യൂഡ് വന്നോ നമുക്കത് ഡിമ്മാവും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, നമ്മൾ ഈ ഇപ്പോഴാണല്ലോ ഈ സ്ത്രീകൾക്കൊക്കെ ജോലി
ഒരു മസ്റ്റായി. സ്ത്രീകളൊക്കെ ശമ്പളക്കാരായി, ജോലിക്കാരായി. ഞാനടക്കമുള്ളവരൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ കണക്കിനെക്കുറിച്ചൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ടൊരു ഇതങ്ങ് വരും. ഓ, ഞാൻ ഇത്ര ശമ്പളം മേടിച്ചിട്ട് എനിക്കെന്ത് പ്രയോജനം ഉണ്ടായി? ഞാനെല്ലാം ഈ കുടുംബത്തിന് വേണ്ടി കൊടുത്തില്ലേ? എന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ചില തോന്നലുകളുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറി വരും. അപ്പോൾ അതൊരു വലിയ അപകടമാണ് അല്ലേ? തിരിച്ചറിയണം. ഞാൻ കൊടുക്കുന്ന സ്വർണം അതെ, ഏതിലേ പോയി. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി വിൽക്കാനാണോ ഞാൻ കൊണ്ടുവന്നത്? ഇത് കാലാകാലം അലമാരി വെക്കാൻ കൊണ്ടുവന്നതല്ലേ? ഇടുന്നില്ലല്ലോ, ഇങ്ങനെ വെക്കുന്നല്ലേ ഉള്ളൂ. അതേ സമയത്ത് ഭാര്യയെ വഞ്ചിച്ച് അവളുടെ സ്വർണവും പണവും എല്ലാം വിറ്റ് കാശാക്കുന്നു. ഇതൊക്കെ അപകടമാണ്. ഭാര്യ കൊടുക്കുന്ന ഷെയർ, സ്വർണം എല്ലാം വിറ്റിട്ട് പെങ്ങളെയും കെട്ടിച്ച് കുടുംബവും തീർത്ത് കടവും മേടിച്ച് പോകുന്ന ആണുങ്ങളുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ സ്ത്രീകൾ പാവങ്ങളാണെന്ന് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. കാരണം ഇതൊക്കെ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരിത് എന്തും കൊടുക്കും. അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നവുമല്ല, എങ്ങനെ കഷ്ടപ്പെടാനും എന്ത് കൊടുക്കാനും. പക്ഷെ ചിലപ്പോൾ കിട്ടേണ്ട ചില അക്സെപ്റ്റൻസോ ചില അംഗീകാരങ്ങളോ സ്നേഹമോ ഒക്കെ കിട്ടാതെ വരുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ചില പൊട്ടിത്തെറികളും ഒരു ബുദ്ധിമുട്ടും ഒക്കെ വരുന്നത്. അല്ലാതെ ആരും ഇങ്ങനെ ചിന്തിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരിയല്ലേ? അപ്പം അങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പറച്ചിലിന്ന് ചിലപ്പം ഒഴിവാക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ശ്രദ്ധ, ചെറിയ കാര്യങ്ങളെ ശ്രദ്ധ. ശ്രദ്ധ ഉണ്ടെങ്കിൽ ഈ പരാതിയില്ല, ശ്രദ്ധയില്ലെങ്കിൽ ഭയങ്കര പരാതി. എന്നാ കൊടുത്താലും പരാതിയാവും. നമ്മൾ ഈ കല്യാണ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ പറയാറുണ്ടല്ലോ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല, സാത്താൻ നമ്മളെ ഒരിക്കലും ആക്രമിക്കില്ല, നമ്മൾ വളരെ ഐഡിയൽ കപ്പിളാണ്. അങ്ങനത്തെ ഓവർ കോൺഫിഡൻസ് ഉള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? അതൊരു അമിതമായ ആത്മവിശ്വാസം. ഇപ്പം ഞാൻ പക്കാ നീറ്റാണ്, അതെ, ഒരു പൊടി പോലും നെഗറ്റീവായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല ഓക്കെ. സ്ത്രീയും അതുപോലെ. ഞാൻ നല്ല അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്ന് വന്നു, നൊബിലിറ്റി ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, ഒന്നുമില്ല. അമിതമായ ആത്മവിശ്വാസം അവസാനം തകർച്ചയിലെത്തിക്കാം. അങ്ങനെ പോകുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നം വരുമ്പം ഇഷ്യൂ ആവും. അതില്ലാത്തവർക്ക് എന്ത് ഇഷ്യൂ വന്നാലും പോട്ടെ എന്ന് പറയാൻ പറ്റും. ഇത് നമുക്കൊരു നമ്മുടെ കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതത്തിലെ ഒരു വലിയ അപകടമാണ്. ഇതുവരെ ഞാൻ മദ്യം തൊട്ടിട്ടേയില്ല. ഏതോ ഒരു ബർത്ത്ഡേയിൽ അല്പം തൊടേണ്ടി വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ഈഗോയും തകർന്ന പോലെ പിന്നെ അതേന്ന് അടുത്തതിലേക്ക് കടക്കുകയായി. ഒരു സ്ത്രീ, ഞാനൊരു അരിസ്റ്റോക്രാറ്റിക് ഫീലല്ലാതെ സംസാരിച്ചിട്ടില്ല, ഇടപെട്ടിട്ടില്ല. പക്ഷേ ഏതോ ഒരു കോപത്തിൽ പൊട്ടിത്തെറിച്ചു, അതോടെ അങ്ങ് തീർന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ഈ ഒത്തിരി വലിയ ആത്മവിശ്വാസമായില്ല. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും അല്ല, ഈ ബന്ധങ്ങളിൽ എനിക്കിത് പറ്റും പറ്റിയാല, ഇതുവരെ ഓക്കെയാണ്, ഇനി ഓക്കെ ആയിരിക്കും. ആ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ എടുക്കാൻ പാടില്ല. പൗലോസ്ലീഹ പറഞ്ഞ പോലെ മൺപാത്രത്തിലെ നിക്ഷേപമാണ്, എപ്പോൾ വേണമെങ്കിലും തകരാം. ഏറ്റവും നല്ലതെന്ന് കരുതിയ ഭർത്താവിന് ഒരു നിമിഷം ഒരു പാളിച്ച പറ്റാം, നല്ലവളെന്ന ഭാര്യയ്ക്കും ഒരു തകർച്ച പറ്റാം. അപ്പം അന്നേരം നമ്മൾ തകർന്നു പോവും ഈ ഒരു ഇമേജും കൊണ്ട് കാലാകാലം ഇരുന്നാൽ. അതേ സമയത്ത് കൊണ്ടും കൊടുത്തും പറഞ്ഞൊക്കെ പോയാൽ ചെറിയ പാളിച്ച വന്നാലും തിരുത്താൻ പറ്റും. പിന്നെ തിരുത്താൻ പറ്റിയല്ല, അങ്ങ് അകലും, കെട്ടിപ്പെറുക്കി പോകാൻ. ഈ ബന്ധങ്ങളുടെ കാര്യത്തിലും അങ്ങനെയല്ല. ഈ സൗഹൃദങ്ങളൊക്കെ ചിലപ്പം വഴിവിട്ട ബന്ധങ്ങളൊക്കെ വന്നു വരുന്ന ആരും അങ്ങനെ ആഗ്രഹിച്ചിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ഒന്നും അല്ലല്ലോ ജീവിതത്തിൽ വരുന്നത്. ഉറപ്പായിട്ടും ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല മറ്റു ബന്ധങ്ങളിലേക്ക് പോകണമെന്നോ എടുക്കണമെന്നൊക്കെ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന കുടുംബങ്ങളിൽ ചിലപ്പം ഇങ്ങനത്തെ കേസുകളൊക്കെ കയറി വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ലേ? വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഒക്കെ. നല്ല മനുഷ്യർക്ക് ഇങ്ങനെ വരാറുണ്ട്. ചില കുറിച്ച് പറയുമല്ലോ, എന്നാലും ആ കുടുംബത്തിന് അങ്ങനെ വന്നു. എല്ലാവരും കണ്ടിരുന്ന ഒരു നല്ല റോൾ മോഡൽ ഫാമിലി ആയിരുന്നു. എന്നാക്കെ പറഞ്ഞാലും ആ കെട്ടിയവൻ അങ്ങനെ കാണിച്ചു പോലെ ഭയങ്കരമായിപ്പോയി, അല്ല സ്ത്രീ ചെയ്ത് ഭയങ്കരമായിപ്പോയി. കാരണം നമ്മുടെ ഒരു റോൾ മോഡലായിരുന്നു ഒരു ഫാമിലി. അത് റോൾ മോഡൽ അല്ലാതെ മാറുമ്പം ഉണ്ടാകുന്ന ഒരു നമ്പരം, തകർച്ച മനുഷ്യനുണ്ട്. അത് എപ്പോഴും അത് എവിടുന്നാണ് റോൾ മോഡലാകുന്നത്? ആത്മവിശ്വാസം. ഞാൻ എപ്പോഴും 2++4. പക്ഷേ ചില ജീവിതത്തിൽ 2+2=4. ചിലത് 2+2 3.25. ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ തീർന്നു, ഒരു കുടുംബം വിജയിക്കത്തില്ല. കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് പല വികാരങ്ങൾ, ചിന്തകൾ, ഇടപെടലുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ ഉൾക്കൊള്ളാൻ പഠിച്ചില്ലെങ്കിൽ വരുന്ന അപകടമാണ്.
അവിടെയാണ് ഒരിക്കലും ഒരു ഓവറായിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് അരുത്. ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം കനിഞ്ഞാലും ഉള്ളൂ എന്നുള്ള ഡിപ്പെൻഡൻസ് വേണം. എൻ്റെ സാമർഥ്യം, എൻ്റെ മൊറാലിറ്റി, എൻ്റെ ധാർമ്മികത, എൻ്റെ മനസ്സിൻ്റെ ബലം, അതുകൊണ്ട് ഞാനിങ്ങനെ ഇല്ല. എല്ലാം സർവവും നിൻ ദാനമല്ലേ, ദാനമല്ലാതെ ഒന്നും എനിക്കില്ല. ആ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും പരസ്പരം ക്ഷമിക്കാനും കൂടെ പറ്റില്ലേ? ഒരു കുറവ് വന്നാൽ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈഗോ വന്ന് മൊത്തത്തിൽ താഴെ പോയി നിൽക്കുമ്പം സാരമില്ല, ഞാനത് ക്ഷമിക്കുന്നു, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങാമെന്ന് പറയാനുള്ളൊരു മനസ്സും വരണമെങ്കിൽ ഇങ്ങനെ കുറവുകളെ ഉൾക്കൊള്ളാൻ അക്സെപ്റ്റ് ചെയ്യാനും പരസ്പരം പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ. ഈ ക്ഷമയാണേലും കണക്ക് കൂടി ക്ഷമിക്കരുത്, അതും അപകടമാണ്. 4 പ്രാവശ്യം വഴക്കുണ്ടാക്കിയപ്പം 2 പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു, 2 പ്രാവശ്യം അവൾ ക്ഷമിച്ചു. ഇനി ഇത് 5-ാമത്തേതാ, ഇപ്രാവശ്യം അവൾ ക്ഷമിക്കട്ടെ. ഇങ്ങനെ മനുഷ്യരുണ്ട്. അതും ഫാമിലിയിൽ അപകടമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഓരോന്നിനും നിരുപാധികമായിട്ടുള്ള ഒരു സറണ്ടർ, അവിടെ മാത്രമേ നമ്മൾ വിജയിക്കുന്നു. അത് പൗരോഹിത്യമാണേലും സന്യാസമാണേലും ദാമ്പത്യം ഏത് ജീവിതവും ഒരു അൺകണ്ടീഷണൽ സറണ്ടർ വേണം. ഒരു ദൈവത്തിലുള്ള പരമാവധിയായ ഒരാശ്രയബോധവും വേണം. ദൈവത്തിൽ ആശ്രയിച്ചാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് തുടർന്നെല്ലാം വിപത്തായിട്ട് മാറും. അതുകൊണ്ടാണ് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകുന്നവർ ആശ്രയിക്കുന്നത് തങ്ങളുടെ തന്നെ പവറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയും ധാർമ്മികരും ആത്മീയരുമുണ്ട്. ധാർമ്മികരും ആത്മീയരും, എല്ലാ ധാർമ്മികരും ആത്മീയർ അല്ല, പക്ഷെ എല്ലാ ആത്മീയരും ധാർമ്മികരാണ്. ഈ വ്യത്യാസം. ചില കുടുംബങ്ങളിൽ കെട്ടിയ നല്ല ധാർമ്മിക പോലെയുണ്ട്, പക്ഷെ ആത്മീയനല്ല. പള്ളിയോ പ്രാർത്ഥനയോ സംസാരം ഒന്നും വേണ്ട, പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ മോറൽ പ്രിൻസിപ്പിൾ ജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ആൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും തകർച്ചയിലേക്കും നൊമ്പരങ്ങളിലേക്കും ചെന്ന് വീഴും. ഈ ധാർമ്മികർ. പക്ഷെ ആത്മീയരോ, അവർക്കറിയാം സാരമില്ല. ധാർമ്മികർ പറയും ഒരു തെറ്റ് വന്നാൽ തെറ്റ് ചെയ്തവൻ പരിഹാരം ചെയ്യണം. ആത്മീയർ പറയും തെറ്റ് ചെയ്തവർക്ക് വേണ്ടി പരിഹാരം ഞാൻ തന്നെ ചെയ്യും. ഭർത്താവിന് വീഴ്ച വന്നു, ആത്മീയതയുള്ള ഭാര്യ പറയും വീണാലും ഞാൻ പരിഹാരം ചെയ്യും, അവന് വേണ്ടി കൂടെ. ഭർത്താവ് പറയും അവൾ വീണാലും ഞാൻ തന്നെ പരിഹാരം ചെയ്യും. അപ്പം അവിടെ വരുമ്പോഴത്തേക്ക് അമിതമായ ആത്മവിശ്വാസമൊന്നുമില്ല, ഒരു സറണ്ടർ, ഒരു മ്യൂച്വൽ കൊടുക്കലും വാങ്ങലുമാണ്. അവിടെ ഒത്തിരി പ്രശ്നം തീരും. അതുപോലെ തന്നെ ഈ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് നമ്മളിങ്ങനെ വളരെ ഞങ്ങൾക്കൊരു തെറ്റും പറ്റില്ല എന്ന് പറഞ്ഞ് ജീവിച്ചു പോകുമ്പോഴേ ചില മുന്നറിയിപ്പുകളൊക്കെ തരാറുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മളങ്ങ് സാമ്പത്തികമായി ഭയങ്കരമായിട്ട് ലാവിഷായി പോകുന്നു, അല്ല ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം അതത്ര ശരിയല്ല എന്ന് ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മുതിർന്നവരായിരിക്കാം, ആരെങ്കിലുമൊക്കെ ഈ പോക്കത്ര ശരിയല്ല കേട്ടോ, നീ ശ്രദ്ധിക്കണം, പക്ഷെ ഇതിനെ അവഗണിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നിട്ട് അവസാനം കൊണ്ടേ പ്രശ്നമാകുന്ന കുറേ കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ചെലവുകളിലൊക്കെ തന്നെയാണ്, ബന്ധങ്ങളുടെ കാര്യത്തിലും ഒക്കെ. അപ്പം അതൊരു തകർച്ചയുടെ ഒരു പോയിന്റായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. എല്ലാ ജീവിതാന്തസ്സിലും ദൈവം മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കും. മുന്നറിയിപ്പ്. ഉദാഹരണം, ഒരു വൈദികൻ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുമ്പോൾ വേറെ ചില അച്ഛന്മാർ ഇങ്ങനെ ഉപേക്ഷിച്ചവരുടെ ഒരു ജീവിതം ഉണ്ട്. അത് മുന്നറിയിപ്പാണ്. അവരെ പോലെ പോയാൽ ഞാനും പോവും. ധാർമ്മിക മൂല്യമില്ലാതെ, ചൈതന്യമില്ലാതെ ജീവിച്ച വൈദികർ പൗരോഹിത്യം വിട്ടുപോയി. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാനും അങ്ങനെയാവും. ഇതൊരു മുന്നറിയിപ്പാണ്. ഒരുപക്ഷെ ഒരുപാട് കുടിച്ചു പോയ ഒരു കെട്ടിയവൻ കുടിച്ച് കുടുംബത്തിൻ്റെ ദാമ്പത്യ മേഖലകളെ തകർത്തു പോകുമ്പോൾ ഒരു മുന്നറിയിപ്പാണ്. ഞാനും കുടിച്ചാൽ ഇങ്ങനെ പറ്റും. ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ സ്ഥാപിച്ച് മുമ്പോട്ട് പോയിട്ട് ഡൈവേഴ്സായി, പൊട്ടിത്തെറിയായി, ഒരു മുന്നറിയിപ്പാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്കിത് വരാം. ഇനി അത് ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ പണം, ആനുപാതികമല്ലാത്ത മുഴുവൻ വലിയ വില പണിയുക, ഒരാവശ്യമില്ല, ചുമ്മാ അഹങ്കാരം കാണിക്കാൻ വേണ്ടി. ദൈവം ആഗ്രഹിക്കുന്നത് ശുദ്ധ അഹങ്കാരം. അല്ലെങ്കിൽ ഇത്രയും പൊഴുത്ത വീടുകൾ. ഇപ്പം ആര് ജീവിക്കുന്നതിനകത്ത് 3-4 പേർക്ക് വേണ്ടി ഒരു ഭൂതലം മുഴുവൻ വീടുണ്ടാക്കുക, അത് അഹങ്കാരമാണ്. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ പറയുമോ പൈസ ഉള്ളതുണ്ടാക്കട്ടെ, ശരിയല്ല. ദൈവനമ്പാകെ ശരിയല്ല, ധാർമ്മികമായും ശരിയല്ല. എല്ലാത്തിനും ഒരു റേഞ്ചുണ്ട്, ഒരു പരിധിയുണ്ട്. അപ്പം അത് അങ്ങനെ പണിത ഒരുത്തൻ പിന്നീട് ലോണ് കടബാധ്യതയാ എന്നറിയുമ്പോൾ അടുത്ത പ്രശ്നം മുന്നറിയിപ്പാണ്. ഉള്ളതുകൊണ്ട് ജീവിക്കണം,
ദൂർത്ത് കാണിക്കല് അപകടം വരും, ഒരു മുന്നറിയിപ്പാണ്. ഇനി കർഷകർ ഭയങ്കരമായിട്ട് എൻ്റെ കൊടിത്തോട്ടം, എൻ്റെ വാഴത്തോട്ടം, എൻ്റെ തെങ്ങും തോട്ടം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ഭൂമി കുലുക്കം, ഒരു ഉരുളുപൊട്ടൽ. അത് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പാണ്, നാളെ വേണേ ഇതൊക്കെ പോകാം. അപ്പം നമ്മൾ പരമാവധി എളിമപ്പെടണം, വിനയപ്പെടണം, ഒരിക്കലും അഹങ്കാരം വരുന്നത്. ലോകം നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ സ്വീകരിക്കണം. മറ്റു മനുഷ്യരുടെ ജീവിതങ്ങൾ, പ്രകൃതി പലതുണ്ട്. ആ മുന്നറിയിപ്പുകൾ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ തിരുത്തുക. അവിടെയാണ് കുടുംബത്തിൻ്റെ വിജയം, അല്ലെങ്കിൽ തകർച്ച വരും. പിന്നെ അതുപോലെ തന്നെ ചിലരുണ്ട്, ഈ ഇപ്പൊ എത്ര മുന്നറിയിപ്പ് കൊടുത്താലും എന്ത് കൊടുത്താലും ഒക്കെ സ്വന്തം കാര്യം മാത്രം ചിന്താവാം. സ്വന്തം കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെറിയ കാര്യത്തിൽ തന്നെ പറയാം. രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണെങ്കിൽ പോലും ചില ഭാര്യമാരെ പറയാൻ പറ്റില്ല, ഭർത്താക്കന്മാരെ ഇച്ചിരി കുറ്റം പറയേണ്ട ഒരു സീനായിരിക്കും ചിലപ്പോൾ ഇത്. അവരുടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ ഭക്ഷണം ഉണ്ടായാൽ എന്നാ, ഇല്ലേൽ എന്താ, രോഗമുണ്ടോ, ഇതൊന്നും അറിയണ്ട. കൃത്യമായി എക്സസൈസ് ചെയ്ത് കൃത്യമായി ടിപ്പ് ടോപ്പായി, അല്ല ഞങ്ങളുടെയൊക്കെ കൂടെ ചിലതൊക്കെ പറയുന്ന കംപ്ലൈൻറ്റുകളാണ് കേട്ടോ ഇതൊക്കെ. എല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്. ഒന്നും വേറുള്ളവരുടെ ഒരു കാര്യം അറിയണ്ട. ഒരു ജനറൽ കമൻ്റാണിത്. അപ്പോൾ ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ജീവിത പങ്കാളികളുണ്ട്. മറ്റേ ആളെക്കുറിച്ച് വലിയൊരു കൺസേൺ ഇല്ലാത്തവർ. അതൊരു പരാജയമാണ്. കാരണം ഈ നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കില്ലെങ്കിലും അവൾക്ക് കൊടുക്കണം, എനിക്കില്ലെങ്കിലും അവന് കൊടുക്കണം. ഇതാണ് വിവാഹത്തിൻ്റെ ഒരു പ്രധാന പ്രമാണം. അതാണ് അതുകൊണ്ടാണ് അപ്പനെയും അമ്മയും വിട്ടു, മാതാപിതാക്കളെ വിട്ടു, സ്വന്തം ദേശത്തെയും ഭവനത്തെയും വിട്ടു എന്നൊക്കെ പറയുന്നത് നമുക്ക് നടത്താവുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഒത്തിരി കാര്യങ്ങൾ, ചിലപ്പോൾ സ്വന്തം ശരീരത്തെ മറക്കണം, വികാരങ്ങളെ മറക്കണം, ഇഷ്ടങ്ങളെ മറക്കണം, ചില ബന്ധങ്ങളെ മറക്കണം. എങ്കിലും ഒന്നാകാൻ പറ്റൂ. ഒന്ന് വിട്ടാലേ മറ്റൊന്ന് ഉള്ളൂ, ഒന്ന് വിട്ടാലേ മറ്റൊന്നുള്ളൂ. ആ ഒരു ഓർമ്മയും തിരിച്ചറിവും നമുക്ക് ആവശ്യമാണ്. കല്യാണം കഴിഞ്ഞാലും ഞാൻ കുർബാനയ്ക്കും പോകുന്നില്ല, കുമ്പസാരിക്കാനും പോകുന്നില്ല, പ്രാർത്ഥനയ്ക്കുമില്ല. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല, എനിക്ക് വേണ്ടാത്തതാണ്. ഇത് സ്വാർത്ഥതയുടെ അടയാളമാണ്. അടയാളം അവൻ സ്വാർത്ഥന. അവന് ഇഷ്ടമില്ലെങ്കിലും ഭാര്യയെ പ്രതി, കുഞ്ഞുങ്ങളുണ്ടോ കുഞ്ഞുങ്ങളെ പ്രതി കുമ്പസാരിക്കണം, കുർബാനയ്ക്ക് പോകണം, പ്രാർത്ഥിക്കാൻ കൂടണം, സഭയുടെ ആചാരം അനുഷ്ഠിക്കണം. സ്വാർത്ഥത വിട്ടിട്ട് പരാർത്ഥത മറ്റേയാളിലേക്ക്. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടം, സൗന്ദര്യം, ആരോഗ്യം, ബോധ്യങ്ങൾ ഇതിലിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുമ്പം ഭർത്താവിനോട് വരുമ്പോൾ ചില കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരും. അതില്ലാതെ ഞാനിങ്ങനെയാണ്, എന്നെ മാറ്റാൻ പറ്റുമല്ല ആരൊക്കെ പറഞ്ഞാൽ, അത് ശരിയാ. അങ്ങനത്തെ സെന്റൻസുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പലയിടത്തും. ആറ്റിറ്റ്യൂഡ് വന്നോ കുടുംബം തകരും. സ്വാർത്ഥത അങ്ങനെയാണ് കുടുംബത്തെ തകർക്കുന്ന സ്വാർത്ഥത. ഇത് മക്കളും കണ്ടുപിടിക്കും. പേരൻസിൻ്റെ ഈ മോഡൽ കുഞ്ഞുങ്ങളെയും ബാധിക്കും. അങ്ങനെ തകർച്ചയിലേക്ക് കുടുംബങ്ങൾ പോകാനുള്ള ഒരു വലിയ കാരണമായിട്ട് മാറും ഈ സ്വാർത്ഥത, സ്വന്തം ഇഷ്ടം. ഈ നമ്മൾ ചിലപ്പോൾ ഈ പുരുഷന്മാരുടെ അതൊരു സ്ത്രീയുടെ ഒരു പരാതി ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അതായത് അവർക്ക് പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ഓപ്ഷൻ ഉണ്ട്, പല പല കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ. അവർ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഔട്ടിങ്ങും മീറ്റിങ്ങും വിദേശ ട്രിപ്പുകളും ഒക്കെ ഓഫീസ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു, അവർ പോകുന്നു. പക്ഷെ നമ്മളെ ഒരു നേരം ഒന്ന് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുക, വീട്ടിലുണ്ടല്ലോ അത് മതി, അവർക്കത് മതി. അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോവുക, ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോവുക. അങ്ങനെ എല്ലാ സുഖങ്ങളും എല്ലാ എൻജോയ്മെൻറ്റും ഇവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ചോദിച്ചാലും ഇല്ല, സമയവും ഇല്ല. അപ്പോൾ പറയുന്ന വാക്കാണ് സമയമില്ല, ടൈറ്റാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണവും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോയി വലിയ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫുഡും ഒക്കെ മക്കൾക്കൊക്കെ ഒരു ക്രൈസ് ആയിരിക്കുമല്ലോ, ആർക്കാണെങ്കിലും. അപ്പോൾ ഇങ്ങനെ സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ പലതിനെ ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ശരിയല്ല. നമുക്ക് സമയം ആവശ്യമാണ്, ഉണ്ടായി പോകുമല്ലോ അല്ലേ? പ്രയോറിറ്റി അനുസരിച്ചാണ് സമയം. ഉദാഹരണം, എല്ലാ സ്പോർട്സും മരണവാർത്തയും നോക്കി സമയം കളയേണ്ട കാര്യമില്ല. നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഉപയോഗിച്ചാൽ മതി, അത് സമയമാണ്. ഇപ്പം എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് രോഗമെന്ന് പറഞ്ഞാൽ എന്നാ സമയമില്ലാത്ത ആൾക്കും ആഴ്ചകളുടെ സമയം ഉണ്ടാവുമല്ലോ. എൻ്റെ പങ്കാളിക്ക് ഒരു രോഗം വന്നു പെട്ടെന്ന്, പാർട്ട്ണർക്ക് സമയം ഉണ്ടാവുമല്ലോ. അല്ലെ പേരൻസിന് വലിയ ഗൗരവ അസുഖം
സമയം ഉണ്ടാവുമല്ലോ. അല്ല, സമയം ഉണ്ടാവൂലെന്നല്ല, സമയം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ ദാമ്പത്യത്തിൽ പഠിക്കണം. അങ്ങനെ പഠിക്കണം. സമയം ഉണ്ടാവുമെങ്കിൽ ചിലർക്ക് ഇപ്പൊ അത് ഉണ്ടാകാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് പക്ഷെ അതൊക്കെ നമുക്കൊരു എക്സെപ്ഷനാണ്, പൊതു നിയമമൊന്നുമല്ല. അതെ, എല്ലാവരും ഒക്കെ ഈ പറഞ്ഞ പോലെ സമയം ഉണ്ടാക്കുന്നവരാണ്. ഉണ്ടാക്കും. പിന്നെ ഇല്ലാത്തതിനെ കിട്ടുന്നത് നമ്മുടെ ഒരു വിധി. ചില കാര്യം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കല്ലാണ്ട് അതിൻ്റെ പേരിൽ ഒരാഴ്ചയൊന്നും പറ്റിയല്ലോ. പിന്നെ സാധാരണയായിട്ട് ഭാര്യയെ കൊണ്ടൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും ആ രീതി ഒരിടത്തുമില്ല. ഈ ഹോട്ടലിൽ കയറിപ്പോ കിട്ടിയ പോലെ ചായക്കട കഴിച്ചാലും ഭാര്യയും കൂടി ചായക്കടയിൽ നിന്നും പോകത്തില്ല. ഗ്രാമങ്ങൾ ഈ ഏർബൻ കൾച്ചറിലാണ് രണ്ടുപേരും ജോലിക്കാരും, അല്ലെങ്കിൽ ഭർത്താവ് ബിസിയായിട്ട് പുറത്ത് ജോലിയും ഭാര്യ അകത്തും ഇരിക്കുമ്പോഴേ ഉള്ളൂ ഈ ഒരു ഇത് വരുന്നുള്ളേ. അപ്പം അതൊരു പൊതു മാനദണ്ഡമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനും പറ്റുമല്ല. അത് എക്സെപ്ഷനാണ്. അപ്പം ആ എക്സെപ്ഷൻ്റെ കാലത്ത് അങ്ങനെയുള്ള ചിലപ്പോൾ ഒരു ഭർത്താവ് ചായക്കടയിൽ കഴിക്കാതെ 2 ബോണ്ട മേടിച്ചുകൊണ്ട് വന്ന് ഭാര്യയ്ക്കും കൊടുക്കും. അവനും കഴിക്കും. അല്ല, നാട്ടിൻ പുറത്തൊരു വലിയ പ്രത്യേകതയാണ് എപ്പോഴും ഒരു പൊതി കാണും ഈ കാരണവന്മാരുടെ കയ്യില്. അത് മതിയല്ലോ, പൊടിന്ന് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നവരുടെ ഇഷ്ടം പോലെ. അതെ അതെ, പഴയകാല ഓർമ്മകളൊക്കെ എനിക്ക് വന്നു. ഞാൻ ഓർക്കാം, ഈ വിഷയം എത്ര പറഞ്ഞാലും തീരില്ല, ഇനിയും കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷ വരും. പക്ഷെ നമ്മുടെ സമയം വീണ്ടും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം അതുകൊണ്ട് അതിന് 2 എപ്പിസോഡുകൾ ദാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളൊക്കെയാണ് പറഞ്ഞു പോയത്. അപ്പം എന്തായാലും ഈ എപ്പിസോഡോടെ ഈ ടോപ്പിക്കും നമുക്ക് എന്തായാലും അവസാനിപ്പിക്കണം. ഇനി അടുത്ത ഒരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.